ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB JEയോടൊപ്പം തന്നെ നടക്കുന്ന ഒരു എക്സാമാണ് CMA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു CMA എക്സാമിനേഷൻ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളം സംശയമുണ്ട്. അതായത് JEക്കൊപ്പം തന്നെ വരുന്നൊരു എക്സാമാണ്. എന്നാൽ ഇവിടെ യോഗ്യതയായിട്ട് വരുന്നത് 10ാം ക്ലാസ് +2 അതിനുശേഷം ഡിഗ്രിയിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം എടുത്തൊരു ഉദ്യോഗാർത്ഥി ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നല്ലാതെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നാൽ എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു കരിയർ, എന്താണ് അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും. ഇതിനുള്ള കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ എന്താണ് CMA എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ഈ എക്സാമിനേഷൻ്റെ രീതികൾ നമുക്ക് പറഞ്ഞുപോയി അവസാനം എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താം എന്നുമാണ് നമുക്ക് ആകെ മൊത്തത്തിൽ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ഈ പോസ്റ്റിനെ ഒന്ന് അടുത്തറിയാം. ആദ്യമായിട്ട് കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എല്ലാ വർഷവും റെയിൽവേ നടത്തുന്ന RRB ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ ഈ ഒരു പോസ്റ്റും കൂടി വരികയാണ്. ഇതിൻ്റെ ലെവൽ വരുന്നത് ലെവൽ 6 ആണ്. ഇതിൻ്റെ സാലറി സ്റ്റാർട്ടിങ് 35,400 റെയിൽവേ ആണ്. 35,400 ബേസിക് ആണെങ്കിൽ പോലും DA ഉൾപ്പെടെയുള്ള മറ്റ് അലവൻസും എല്ലാം കൂടെ കൂട്ടി നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് തന്നെ ഏതാണ്ട് 50,000 രൂപയ്ക്ക് അടുത്ത് ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഇവിടുത്തെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 33 വയസ്സ് വരെയാണ്. 33 വയസ്സ് ആവാൻ പാടില്ല എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതിൻ്റെ ഒരു ധാരണ, അതായത് ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 33 വയസ്സിനകത്ത് തന്നെയായിരിക്കും പ്രായം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 33 വയസ്സാണ്. എന്നാൽ ജനുവരിയിൽ നിങ്ങൾക്ക് 33 കഴിഞ്ഞ് 34 ആകുന്നു, അല്ലെങ്കിൽ 33 കംപ്ലീറ്റ് ആകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപേക്ഷിക്കാൻ ഒക്കില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. OBC SC ST വിഭാഗങ്ങൾക്ക് OBCക്ക് 36 വയസ്സ് വരെയും SC STക്ക് 5 വർഷം 33 5 37 വയസ്സ്, SC STക്ക് 38 വയസ്സ് വരെയുമാണ് ഇവിടെ അപേക്ഷിക്കാൻ പറ്റുന്നത്. തത്വത്തിൽ ഒരു 37 വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനിയും വേക്കൻസികൾ നിലവിൽ ഓൾ ഓവർ ഇന്ത്യയിൽ 63 വേക്കൻസികളാണ് ഇതിനായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്. ഇതിൽ BSc കെമിസ്ട്രിയാണ് അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത. അടുത്തത് BSc ഫിസിക്സും നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ BSc ഫിസിക്സ് എടുത്തപ്പോൾ മസ്റ്റായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ 2ാം വർഷം അല്ലെങ്കിൽ ഇയർലി പഠിക്കുകയാണെങ്കിൽ 2ാം വർഷം, ഇനി സെമസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 സെമസ്റ്ററിൽ കെമിസ്ട്രി പേപ്പറായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ നേടിയിരിക്കുന്ന ഫിസിക്സ് ബിരുദത്തിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഫിസിക്സിനോടൊപ്പം നിങ്ങൾ മറ്റേതെങ്കിലും വിഷയമാണ്, കെമിസ്ട്രിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പേപ്പറായിട്ട് പഠിച്ചിട്ടുള്ള ബിരുദമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് മാർക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. 45% മാർക്ക് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ക്രൈറ്റീരിയയാണ്. ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും നിങ്ങൾക്ക് 45% കോഴ്സിൽ നേടിയിരിക്കണം. വിഷയത്തിലല്ല, മൊത്തത്തിൽ നിങ്ങൾ 45% മാർക്കോട് കൂടി ആയിരിക്കണം പാസ്സായിരിക്കുന്നത്. പൊതുവെ BSc എക്സാംസ് ഒക്കെ അത്രയും ശതമാനം മാർക്ക് കിട്ടിയായിരിക്കും പാസ്സാവുന്നത്. കാരണം ഇന്ത്യയിലൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനിയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ്. ഇനിയും ഈ ഒരു CMA പോസ്റ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വരെ എത്താൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കയറുന്ന എൻട്രി ലെവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്, അതായത് CMA എന്ന് പറയുന്ന പോസ്റ്റിലാണ് നിങ്ങൾ കയറുന്നത്. അവിടെ ഇരുന്ന് നിങ്ങളുടെ സർവീസും അത് പ്രൊബേഷനും കഴിഞ്ഞ് നിങ്ങളുടെ ജോലിയും റെസ്പോൺസിബിലിറ്റീസും മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്ന ആദ്യത്തെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെറ്റലർജിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. കെമിക്കൽ മെറ്റലർജിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾ പ്രൊമോട്ടഡ് ആയിട്ട് മാറാൻ പോകുന്നത്. അതായത് സ്റ്റേഷൻ മാസ്റ്ററുടെ മുകളിൽ വരുന്ന സൂപ്രണ്ട് സ്റ്റേഷൻ മാസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെയും നിങ്ങൾ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പോകും. അവിടെ നിന്ന് അടുത്ത പ്രൊമോഷൻ കിട്ടിയിട്ട് അസിസ്റ്റന്റ് കെമിസ്റ്റ് മെറ്റലർജിക്കൽ ACM അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് ഓഫീസർ എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, പ്രൊമോട്ടഡ് ആയിട്ട് മാറുന്നു. അടുത്തത് ഡെപ്യൂട്ടി ചീഫ് കെമിസ്റ്റ് അല്ലെങ്കിൽ മെറ്റലർജിസ്റ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് പോകും. പൊതുവെ ഈ ഒരു പോസ്റ്റ് വരെയൊക്കെയാണ് സാധാരണഗതിയിൽ എത്തുന്നത്. ചിലരുടെ ഭാഗ്യം കൊണ്ടോ ചിലർ സർവീസ് കൊണ്ടോ അതിനുശേഷം പ്രൊമോഷൻ കിട്ടി നിങ്ങൾ ചീഫ് കെമിസ്റ്റ് അല്ലെങ്കിൽ മെറ്റലർജിസ്റ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യും, പ്രൊമോട്ടഡ് ആയിട്ട് പോകും. അതായത് അത്യാവശ്യം പ്രൊമോഷൻ ഉള്ളൊരു പോസ്റ്റാണ്. മാത്രമല്ല നല്ല ശമ്പളമാണ്. നിങ്ങളുടെ പ്രൊമോഷൻ്റെ തോതിനേക്കാളും ഉപരിയായിട്ട് നിങ്ങളുടെ സാലറിയാണ് വരുന്നത്. ഏതാണ്ട് നിങ്ങൾ ഈ ഒരു സെക്കൻഡ് പ്രൊമോഷൻ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ സാലറി ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് അടുത്തോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. നിലവിലെ അതായത് നമ്മുടെ സാലറി വെച്ച് തന്നെ അടുത്ത പേ കമ്മീഷൻ വരികയാണ്. അടുത്ത പേ കമ്മീഷൻ കിട്ടുമ്പോൾ ഇതിൻ്റെ അവസ്ഥ മാറും എന്നുകൂടി ഓർക്കണം. ഞാൻ ഇപ്പോഴത്തെ പേ കമ്മീഷൻ്റെ റിവൈസിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് വെച്ച് തന്നെ ആ ഒരു എമൗണ്ടിലേക്ക് വരുവാണെങ്കിൽ അടുത്ത പേ കമ്മീഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി ഞാൻ പറഞ്ഞതിൻ്റെ ഇരട്ടിയോളം
ആകും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ സാമ്പത്തികമായിട്ടും പോസ്റ്റ് വൈസും ഒരു സബ്ജക്റ്റ് വൈസ്, അതായത് കെമിസ്ട്രി പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഒരു നല്ല പോസ്റ്റ് തന്നെയാണ് CMA എന്നുള്ളത്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സംശയമാണ് നിങ്ങളുടെ ജോലി എന്തായിരിക്കുമെന്ന്. നിങ്ങൾക്കറിയാം ജൂനിയർ എഞ്ചിനീയറിന്റെ റോൾ എന്താണെന്ന് അറിയാം, TTയുടെ റോൾ എന്താണെന്ന് അറിയാം, സ്റ്റേഷൻ മാസ്റ്റർ റോൾ എന്താണെന്നൊക്കെ അറിയാം. ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന റോൾ എന്താണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട റോൾ തന്നെയാണ്. സാധാരണ ബാക്കി എല്ലാ ജോലികളും ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. അതായത് റെയിൽവേയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ റെയിൽവേ വളരെ സ്മൂത്തായിട്ടും റണ്ണാവുന്നതിനും ഒപ്പം തന്നെ യാത്രക്കാരുടെ സേഫ്റ്റിയും റെയിൽവേയുടെ സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം നിങ്ങൾ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത. അതായത് ഒരു കെമിസ്ട്രി ഏതൊരു വസ്തുവിൻ്റെയും പിന്നിൽ എന്തുണ്ട്, ഒരു കെമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പം ഒരു റെയിൽവേ ട്രാക്ക് ആണെങ്കിലും റെയിൽവേയുടെ വീലുകളാണെങ്കിലും റെയിൽവേയിലെ ഈവൻ അടിക്കുന്ന പെയിന്റിൽ പോലും എന്തുണ്ട്, ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് പറ്റും, അതിലെല്ലാം പലതരത്തിലുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് പലർക്കും കരാർ കൊടുക്കുമ്പോൾ. അവയൊക്കെ കൃത്യമായി ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് വരാതെ അതിനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ നിയമിതരാകുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ആണ്. മെറ്റീരിയൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെയിൽവേയുടെ എല്ലാ തരത്തിലുള്ള മെറ്റീരിയലും, റെയിൽവേ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നെറ്റ്വർക്കാണ്, അതിൽ അനവധിയായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരും. അതിൽ റെയിൽവേ ട്രാക്കുകൾ വേണ്ടി വരും, ഈ റെയിൽവേയുടെ ഓരോരോ മേഖലകളിലും ഇമ്പോസ് ചെയ്യുന്ന ഗ്രീസിംഗ് പോലുള്ള കാര്യങ്ങൾ വേണ്ടി വരും, ബൾക്ക് ഓഫ് പെയിന്റുകൾ വേണ്ടി വരും, മൾട്ടിപ്പിൾ വെറൈറ്റീസ് ഓഫ് കെമിക്കൽസ് വേണ്ടി വരും. ഇനി മെറ്റലുകൾ, റെയിൽവേക്ക് വ്യത്യസ്ത തരത്തിലുള്ള മെറ്റലുകൾ പല രീതികൾ അക്യൂർ ചെയ്യേണ്ടി വരും. ഇവയിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവയൊക്കെ പരിശോധിച്ച് കൃത്യമായി വിലയിരുത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കോടിക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തും. ആ തരത്തിൽ വലിയ ഉത്തരവാദിത്വം നിങ്ങളിൽ നിക്ഷിപ്തമാണ്. അടുത്തതായിട്ട് ക്വാളിറ്റി കൺട്രോൾ. ഈ ഒരു ടെസ്റ്റിന്റെ അനന്തരഫലമായിട്ട് തന്നെ വരുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി കൺട്രോൾ. നിങ്ങൾ അസസ് ചെയ്യുന്ന, നിങ്ങൾ സർട്ടിഫൈ ചെയ്യുന്ന ക്വാളിറ്റിയിലായിരിക്കും എപ്പോഴും എന്ത് ഉണ്ടാകുന്നത്, ഓരോ റെയിൽവേ ആക്ടിവിറ്റീസും നടക്കുന്നത്. ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ വാലിഡേഷൻ മസ്റ്റാണ്. അത് മെറ്റീരിയൽസിലാണെങ്കിലും ലൂബ്രിക്കൻസിലാണെങ്കിലും റെയിൽവേയുടെ പല ഘട്ടങ്ങളിലും ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലും എന്ത് വേണം, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ മെഷർമെന്റ്സ് ആവശ്യമാണ്. ഇനിയും സാമ്പിൾ അനാലിസിസ്, ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി റെയിൽവേ നിർമ്മിക്കുന്ന ഓരോ വസ്തുക്കളിലും എന്ത് ചെയ്യണം, നിങ്ങൾ സാമ്പിളിംഗ് നടത്തി അതിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്ത് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തത് ഫെയിലിയർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും റെയിൽവേ ആണ്, റെയിൽവേയിൽ കാലക്രമേണ മനുഷ്യന് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഉണ്ടാവും പലതരത്തിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവും. പണ്ട് റെയിൽവേ ഓടിയ പോലെയല്ല ഇപ്പോൾ റെയിൽവേ ഓടുന്നത്. കാരണം ട്രെയിനുകളിൽ വേഗത കൂടുന്നുണ്ട്, പുതിയ പുതിയ കോച്ചുകളും കമ്പാർട്ട്മെന്റുകളും വരുന്നുണ്ട്, വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ മാറ്റങ്ങൾ വരുമ്പോഴും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല ഫെയിലിയേഴ്സും ഉണ്ടാവുന്നുണ്ട് റെയിൽവേയിൽ. അപ്പോൾ ഈ ഫെയിലിയേഴ്സ് ഒക്കെ എന്നും നമുക്ക് അതുപോലെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവയൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഫെയിലിയേഴ്സ് കൃത്യമായിട്ട് അസസ് ചെയ്യുകയും അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള അനാലിസിസ് കൊടുക്കുകയൊക്കെ ചെയ്യണം. നമുക്കറിയാം ഇപ്പോൾ റെയിൽവേയിൽ വന്ദേ ഭാരത് കോച്ചുകൾ വന്നിട്ടുണ്ട്. വന്ദേ ഭാരത് കോച്ചുകൾ വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റെയിൽ കോച്ചുകളിൽ നിന്ന് വളരെ ഭിന്നമാണ്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ കുറവുള്ള അലൂമിനിയം ബോഡിയിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം അവിടെ തന്നെ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്താണ്, മേജറായിട്ടുള്ള കെമിക്കൽ എലമെന്റ്സിൽ തന്നെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ കോറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. രാജ്യത്തെ മുമ്പോട്ടേക്ക് നയിക്കുന്നതിൽ വലിയൊരു റോള് നിങ്ങൾ വഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അങ്ങനെ ഒത്തിരി വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ എക്സാമിനേഷൻ രീതിയാണ്. നമുക്കറിയാം ഇതൊരു റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷനോടൊപ്പം തന്നെ വരുന്ന ഒരു ടെസ്റ്റാണ്. റെയിൽവേയിൽ ആദ്യം നടക്കുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിമിനേഷൻ എക്സാമിനേഷനാണ്. നിങ്ങളെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം എപ്പോഴും ആസ് യൂഷ്വൽ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ വലിയൊരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ റെയിൽവേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള നമ്പർ കാൻഡിഡേറ്റിനെ മാത്രം മതി എന്ന രീതിയിലേക്ക് വളരെ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റിനെ അവർ പുറത്തേക്ക് കളയും. അതിനൊരു എലിമിനേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആ എലിമിനേഷൻ റെയിൽവേയുടെ ഏറെക്കുറെ എല്ലാ എക്സാമുകൾക്കും ഉള്ളതുപോലെയുള്ളൊരു എലിമിനേഷൻ ആയിരിക്കും. അതായത് CBT 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ്, റീസണിങ്, ജനറൽ നോളജ്, സയൻസ് ഇവയെല്ലാം കൂടെ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആയിരിക്കും. അതിനൊപ്പം കുറച്ച് സബ്ജക്റ്റും കൂടി അതിനകത്തുണ്ടാവും. ഇനിയും ടയർ 2വിലേക്ക് എത്തുമ്പോഴാണ് അതിന് മാറ്റം വരുന്നത്. ടയർ 2വിൽ എന്തുണ്ട്, ടയർ 2വിൽ നിങ്ങളുടെ സബ്ജക്റ്റിനായിരിക്കും കൂടുതൽ വെയിറ്റേജ്. ഒപ്പം എന്തുകൂടി ഉണ്ടാവും, ജനറൽ സബ്ജക്റ്റുകൾ കൂടി ഇതിനകത്തുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ടയർ 1ഉം ടയർ 2വിൻ്റെ ജനറൽ സബ്ജക്റ്റും ഒപ്പം
ഒപ്പം നിങ്ങളുടെ സബ്ജക്റ്റും ഒരേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെപ്ത് നോളജ് ഉണ്ടാക്കുക എന്നുള്ളതും ഒപ്പം തന്നെ എക്സാം പാറ്റേണിൽ നിങ്ങൾ പ്രിപ്പയർ ആകുക എന്നുള്ളതുമാണ് ഈ ഒരു ജോലിയിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴി. നിങ്ങൾക്ക് ഇപ്പോൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ആഴത്തിലുള്ള അറിവുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ജോലിയിൽ എത്തേണ്ടത് അനിവാര്യതയാണ് എങ്കിൽ പോലും എന്ത് ചെയ്യാം, ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ ഒരു കടമ്പ കടക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ CMAയുടെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ജെഇയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ അതായത് CBT 1ഉം ഒപ്പം തന്നെ CBT 2ഉം ഈസി ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കോഴ്സ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കോഴ്സിന് ചേർന്ന് പഠിച്ചു തുടങ്ങണം. റെയിൽവേയുടെ രീതിയാണ്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ലഭിക്കുകയുള്ളൂ. ഒരു 90 ദിവസം മുതൽ 120 ദിവസങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക CBT 1ലേക്ക്. അപ്പോൾ ഈ CBT 1 ഒരു വലിയൊരു എക്സാമിനേഷൻ ആണ്. ഓൾ ഓവർ ഇന്ത്യ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു എക്സാം എഴുതുന്നത്. അതിൽ തന്നെ നമ്മൾ ഒരു ട്രിക്കിൾ ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ അപ്പുറത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും സ്ഥിരോത്സാഹവും നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോഴ്സാണ്. മാത്രമല്ല നമുക്ക് കൃത്യമായിട്ടൊരു മെന്റർഷിപ്പ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. ഈ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.